Hi friends, in we will study tree structure. Structure of a tree. Okay, so structure of a tree we can classify. First one is the microstructure, and the next is the macrostructure. Micro and macro. Okay, this is a tree two structures we classify. These are two classifications. In the first one, microstructures. This is classifications. First one is the conductive cell. Conductive cell. Next is the mechanical cell. Mechanical cell. And the last is the storage cell. Okay, storage cell. Microstructure ആണ് നമ്മളിപ്പോൾ നോക്കുന്നത്. മൈക്രോസ്ട്രക്ചർ എന്ന് വെച്ചാൽ എന്താണ്? അത് നമുക്ക് നമ്മുടെ നേക്കഡ് ആയി കൊണ്ട് കാണാൻ പറ്റാത്തതിനെയാണ് നമ്മൾ മൈക്രോ എന്ന വേർഡ് യൂസ് ചെയ്യുന്നത്, അല്ലേ? അപ്പോൾ മൈക്രോസ്ട്രക്ചർ ആണെങ്കിൽ നമുക്ക് അതിനെ കാണണമെങ്കിൽ നമുക്കൊരു ടെലസ്കോപ്പിന്റെയോ ഒരു ഇൻസ്ട്രുമെന്റിന്റെ ഹെൽപ്പ് വേണം. സോ ഫസ്റ്റ് വൺ ഈസ് ദ കണ്ടക്റ്റീവ് സെൽ. കണ്ടക്റ്റീവ് സെല്ലിന്റെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചാൽ കണ്ടക്റ്റീവ് സെൽ the cell which supplies nutrients to the plant or the tree. Nutrients supply ചെയ്യുന്ന സെല്ലിനെയാണ് നമ്മൾ കണ്ടക്റ്റീവ് സെൽ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഇസ് ദ മെക്കാനിക്കൽ സെൽ. ആ സെല്ലിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ which supplies the strength or the stability to retain. അതിനെയാണ് നമ്മൾ മെക്കാനിക്കൽ സെൽ എന്ന് പറയുന്നത്. The cell which imparts strength to the tree. Next is the storage cell. Storage, as the word shows, excess ആയിട്ടുള്ള ന്യൂട്രിയൻസ് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്റ്റോറേജ് സെൽ യൂസ് ചെയ്യുന്നത്. ഓക്കെ, എക്സസ് ആയിട്ടുള്ള ന്യൂട്രിയൻസ് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് സ്റ്റോറേജ് സെൽ യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ ദിസ് ഇസ് ദി സ്ട്രക്ചർ ഓഫ് എ ട്രീ. ദിസ് ഇസ് ദ സ്ട്രക്ചർ ഓഫ് എ ട്രീ. ടു ടൈപ്സ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. So this is structure of a tree. Two types are there. First one is the microstructure and the next is the macrostructure. First one, microstructure classification എങ്ങനെയായിരുന്നു? Conductive cell, mechanical cell and storage cell. In next നമ്മൾ നോക്കുകയാണ് macrostructure. Macrostructure of a tree which can be seen with our naked eyes. നമുക്ക് naked eyes കൊണ്ടുതന്നെ കാണാൻ പറ്റുന്നതാണ്. ഓക്കെ, ഈ ട്രീ നമ്മൾ ഒന്ന് കട്ട് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ ട്രങ്കിനെ കട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ കാണുന്നത് തന്നെയാണ് നമ്മൾ ഈ മാക്രോസ്ട്രക്ചർ എന്ന് പറയുന്നത്. നമുക്ക് ആദ്യം അതിൻ്റെ ഒരു സെൻറ്ററിൽ ഒരു പോർഷൻ കാണും. ഓക്കെ, നമ്മുടെ ട്രീയുടെ സെൻറ്ററിൽ ഒരു പോർഷൻ കാണും. അതിന് നമ്മൾ പറയുന്നതാണ് പിത്ത് or else medulla. Pith or medulla എന്ന് നമുക്ക് അതിനെ പറയാം. ഓക്കെ, പിത്ത് or medulla. ഈ മെഡുലയുടെ ചുറ്റും കുറച്ച് റിങ്സ് വരുന്നുണ്ട്. ഇങ്ങനെ വരുന്നുണ്ട്. ഇതിനെയാണ് നമ്മൾ ഹേർട്ട്വുഡ് എന്ന് പറയും. ഈ ഹേർട്ട്വുഡ് ആണ് നമ്മൾ എഞ്ചിനീയറിംഗ് പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് അതിന് ചുറ്റും പിന്നെയും കുറച്ച് റിങ്സ് വരുന്നുണ്ട്. ഇതിനെയാണ് നമ്മൾ സാപ്വുഡ് എന്ന് പറയുന്നത്. ഓക്കെ, സാപ്വുഡ്. ഓക്കെ, അപ്പോൾ നമുക്കൊരു സെൻറ്റർ പോർഷൻ ഉണ്ട്, പിത്തുണ്ട്. അതിനുശേഷം അതിന് ചുറ്റും റൗണ്ട് ചെയ്ത് വരുന്നത് ഹാർട്ട്വുഡ് ആണ്. അതിൻ്റെ ചുറ്റും വരുന്നതിനെയാണ് നമ്മൾ സാപ്വുഡ് എന്ന് പറയുന്നത്. ഈ ഹേർട്ട്വുഡ് ആണ് നമ്മൾ എഞ്ചിനീയറിംഗ് പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. സാപ്വുഡ് ആണെങ്കിൽ നമ്മൾ അത് റിമൂവ് ചെയ്യണം. നമ്മൾ സാപ്വുഡ് എഞ്ചിനീയറിംഗ് പർപ്പസിന് യൂസ് ചെയ്യാറില്ല. നമ്മളൊരു ഫർണിച്ചർ ഉണ്ടാക്കുമ്പോൾ പോലും നമ്മൾ ഈ സാപ്വുഡ് റിമൂവ് ചെയ്യണം. ഓക്കെ, നമ്മൾ ഹേർട്ട്വുഡ് വെച്ചിട്ട് വേണം ഒരു ഫർണിച്ചേഴ്സ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടി. നമ്മൾ ഈ സാപ്വുഡ് റിമൂവ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ സീസണിങ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഇതിനും ചുറ്റും ഒരു റിങ് വരും. വരുന്നുണ്ട്. ഈ റിങ്ങിനെ പറയുന്ന പേരാണ് ഈ റിങ്ങിനെയാണ് നമ്മൾ കാംബിയം ലെയർ എന്ന് പറയുന്നത്. കാംബിയം ലെയർ.
ക്യാൻബിയം ലെയർ. ക്യാൻബിയം ലെയറിലാണ് ഈ ക്യാൻബിയം ലെയറിലാണ് എന്താ ഒരു പ്ലാസ്റ്റിക് അല്ലെങ്കിൽ ഫ്ലൂയിഡ് ലെയർ ഉണ്ടെന്ന് നമുക്ക് പറയാം. അങ്ങനെ ഒരു ലെയർ ആണ് ഈ ക്യാൻബിയം ലെയർ. ഓക്കെ, അപ്പൊ ഈ സെന്ററിൽ ഒരു പോർഷൻ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. സെന്ററിന്റെ പോർഷനെയാണ് നമ്മൾ പിത്ത് ഓർ മെഡുല എന്ന് പറയുന്നത്. അവിടുന്ന് റേഡിയലി ആയിട്ട് കുറച്ച് റേസ് വരുന്നുണ്ട്. അത് നമ്മുടെ ക്യാൻബിയം ലെയർ കടക്കില്ല, അപ് ടു ക്യാൻബിയം ലെയർ ഓൾ അറ്റ് ദ ലാസ്റ്റ് ഓഫ് സാപ്വുഡ് എന്ന് പറയാം. ഓക്കെ, സാപ്വുഡിന്റെ ലാസ്റ്റ് വരെ ഉള്ളതിനെയാണ് നമ്മൾ പറയുന്നതാണ് ഈ റേസ്. ഈ റേഡിയൽ റേസിനെ നമ്മൾ പറയുന്ന പേരാണ് മെഡുലറി റേസ്. ഓക്കെ, മെഡുലറി റേസ്. ഈ മെഡുലറി റേസ് എവിടെ നിന്നാണ് ഒറിജിനേറ്റ് ചെയ്യുന്നത്? ഫ്രം മെഡുല ഓർ പിത്ത്. ഓക്കെ, നെക്സ്റ്റ് അടുത്തതാണ്. ഇതിന് ചുറ്റും ഒരു റിങ് വരുന്നുണ്ട്. ഇതിന് ചുറ്റും കുറച്ച് റിങ്സ് വരും. ഒന്നോ രണ്ടോ വരും, ഞാനിപ്പോൾ ഒന്നേ വരയ്ക്കുന്നുള്ളൂ. അതിന് നമ്മൾ പറയുന്നതാണ് ഇന്നർ ബാർക്ക്. ഓക്കെ, ഇന്നർ ബാർക്ക്. ഈ ഇന്നർ ബാർക്കിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ദിസ് ഈസ് യൂസ് ടു പ്രൊട്ടക്ട് ഓൾ ദ layers inside or to protect the cadmium layer എന്ന് പറയാം. Okay, so inner bark is used to protect the cadmium layer. ഇതിന് ചുറ്റും ഒരു ലെയർ വരുന്നുണ്ട്. നമ്മുടെ ഇന്നർ ബാർക്കിന് ചുറ്റും ഒരു ലെയർ വരുന്നുണ്ട്. ഈ ലെയറിനെ പറയുന്ന പേരാണ് ഔട്ടർ ബാർക്ക്. ഔട്ടർ ബാർക്ക് ഓർ കോർട്ടെക്സ്. ഔട്ടർ ബാർക്കിന്റെ വേറൊരു പേരാണ് കോർട്ടെക്സ്. ഈ കോർട്ടെക്സിന്റെ ഫംഗ്ഷൻ എന്താണെന്ന് വെച്ചാൽ ടു പ്രൊട്ടക്ട് ദി ഇന്നർ ബാർക്ക്. ഇന്നർ ബാർക്കിന്റെ ഫംഗ്ഷൻ എന്താണ്? ടു പ്രൊട്ടക്ട് ദി കാംബിയം ലെയർ. ഓക്കെ, സോ ഇതാണ് ഒരു മാക്രോ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒന്നുകൂടെ പറയാം. നമ്മുടെ ഒരു ട്രങ്ക്, നമ്മുടെ ട്രീ ട്രങ്ക് മുറിക്കുമ്പോൾ, കട്ട് ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു സ്ട്രക്ചർ ആണിത്. നമ്മുടെ ഏറ്റവും സെന്റർ പോർഷനിൽ നമുക്ക് കാണാൻ പറ്റുന്നതാണ് പിത്ത് ഓർ മെഡുല. അതിന് ചുറ്റും റേഡിയൽ ആയിട്ട് വരുന്നതിനെയാണ് നമ്മൾ ഹേർട്ട്വുഡ് എന്ന് പറയുന്നത്, വിച്ച് ഇസ് യൂസ് ഫോർ എഞ്ചിനീയറിംഗ് പർപ്പസസ്. അതിന് ചുറ്റും കുറച്ച് റിങ്സ് വരുന്നുണ്ട്. അതിനെയാണ് നമ്മൾ സാപ്വുഡ് എന്ന് പറയുന്നത്. ഈ സാപ്വുഡിന് നമുക്ക് വേറൊരു പേരും കൂടെ പറയാം, ആൽബർനം എന്ന് പറയാറുണ്ട് കേട്ടോ. ആൽബർനം ചോദിച്ചിട്ടില്ല, പക്ഷെ മനസ്സിലാക്കി വെക്കുക. ആൽബർനം എന്ന് പറയാറുണ്ട് സാപ്വുഡിനെ. സാപ്വുഡിനും ചുറ്റും ഒരു റിങ് വരുന്നുണ്ട്. അതിനെയാണ് നമ്മൾ കാംബിയം ലെയർ എന്ന് പറയുന്നത്, വിച്ച് ഇസ് പ്ലാസ്റ്റിക് ലെയർ ഓർ വി ക്യാൻ സേ ഇറ്റ് ഇസ് എ ഫ്ലൂയിഡിഷ് ലെയർ. നെക്സ്റ്റ്, അതിനും ചുറ്റും വരുന്നതിനെയാണ് ഇന്നർ ബാർക്ക് എന്ന് പറയുന്നത്, വിച്ച് ഇസ് എ ഫംഗ്ഷൻ ടു പ്രൊട്ടക്ട് ദി കാംബിയം ലെയർ. അതിന് ചുറ്റും നമുക്ക് ഔട്ടർ ബാർക്ക് ഓർ കോർട്ടെക്സ് വരുന്നുണ്ട്, വിച്ച് ഇസ് യൂസ്ഡ്, ഇറ്റ് ഈസ് ദ ഫംഗ്ഷൻ to cover or to protect the inner bark. Okay, so ഇതാണ് ഒരു structure of a tree എന്ന് പറയുന്നത്. Okay, thank you.